ശീതോഷ്ണാദികൾ സഹിക്കുന്നവനെ എന്ത് ഭവിക്കുമെന്നാണെങ്കിൽ കേൾക്കുക. യം ഹി ന വ്യഥയന്ത്യേതേ പുരുഷം പുരുഷർഷഭ സമദുഃഖസുഖം ധീരം സോമൃതത്വായ കൽപ്പതേ. ഹേ പുരുഷശ്രേഷ്ഠ, ദുഃഖത്തിലും സുഖത്തിലും സമനും ധീരനുമായിരിക്കുന്ന യാതൊരു പുരുഷനെ ഇവ പീഡിപ്പിക്കുന്നില്ലയോ? ആ പുരുഷൻ മോക്ഷപ്രാപ്തിക്ക് അർഹനാകുന്നു. യാതൊരു പുരുഷൻ ദുഃഖത്തിലും സുഖത്തിലും സമനായിരിക്കുന്നുവോ അവനാണ് സമദുഃഖസുഖൻ. സുഖപ്രാപ്തിയിൽ ഹർഷമോ ദുഃഖപ്രാപ്തിയിൽ വിഷാദമോ പ്രാപിക്കാത്ത അത്തരം ധീരനും ബുദ്ധിമാനുമായ യാതൊരുവനെ ആത്മാവിൻ്റെ നിത്യത്വത്തെ അറിയുന്നതുകൊണ്ട് ഈ മേൽപ്പറഞ്ഞ ശീതോഷ്ണാദികൾ വേദിക്കുന്നില്ലയോ, ഇളക്കുന്നില്ലയോ? അങ്ങനെ നിത്യമായ ആത്മാവിനെ സാക്ഷാത്കരിക്കുന്ന നിഷ്ഠയോടുകൂടിയവൻ, ദ്വന്ദ്വങ്ങളെ സഹിക്കുന്നവൻ, അമൃതത്വത്തിനെ, അതായത് മരണമില്ലാത്ത മോക്ഷം എന്ന അവസ്ഥയ്ക്ക് അർഹനായി സമർത്ഥനായി ഭവിക്കുന്നു.